ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പ് തുറക്കാനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വടൻ്റെ റെസിപ്പിയാണ്. കറി വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള കടലയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ വട ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. കുറഞ്ഞതൊരു ഏകദേശം 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല എടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു സവാള കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ 5-6 അല്ലി എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഒരു കൈപ്പിടി നിറച്ച് തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല. പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രം വേണ്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം അരഞ്ഞു പോയിന്നുണ്ടെങ്കിൽ നമ്മുടെ വടൻ്റെ ടെക്സ്ചറെ മാറിപ്പോവും. അതുകൊണ്ടും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൾസ് മോഡിൽ 1-2 തവണ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ കടല നല്ലോണം അരഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ 2 ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഒന്ന് വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ ഈ ഒരു വടക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ 1 ടീസ്പൂണ് നിറച്ചും ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ടൈപ്പ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മിക്സിൻ്റെ ജാറിൽ 2 ട്രിപ്പ് അരച്ചെടുത്തതും പൊടികളും എല്ലാം കൂടി നല്ലോണം മിക്സ് ആവുന്ന പോലെ കുറച്ച് സമയം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു വടൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് സെൻറ്ററിൽ നമ്മുടെ തമ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ സെൻറ്ററിൽ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാവിടെയും നല്ലോണം കുക്കായിക്കോളും. ഇതുണ്ടാക്കുമ്പോൾ കടലയിൽ വെള്ളം ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കടല അരച്ചെടുക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മാവ് ലൂസായി പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് മാവ് ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ടൈറ്റ് ആയിക്കോളും. കടലയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. നോമ്പ് തുറക്കാൻ നേരത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളക്കടല വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കടല ആയതുകൊണ്ട് കുട്ടികൾ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് മയോണൈസിൻ്റെ കൂടെയും അതേപോലെ കെച്ചപ്പിൻ്റെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ കടല വെച്ചിട്ട് ഇതുപോലെ ഒരു വട ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. അതേപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ബൈ ബൈ.